എനിക്ക് മടുത്തു, എനിക്ക് ഈ ജീവിതം മടുത്തു. ഞാനേ ഇന്ന് ആത്മഹത്യ ചെയ്യാൻ പോവാ. നോക്കിക്കോ, അതിനുള്ള എല്ലാ സെറ്റപ്പും റെഡിയാ. ദേ, തൂങ്ങിച്ചാവാനുള്ള കയറ്, ഇത് വിഷം ഈ മദ്യത്തിൽ മിക്സ് ചെയ്ത് ഞാൻ കുടിക്കും. എന്നിട്ട് ചത്തില്ലെങ്കിൽ ഞരമ്പ് ഞാൻ കട്ട് ചെയ്യും. വയലിൽ വായിക്കണ മാതിരി ഞാൻ കട്ട് ചെയ്യും. ഇന്ന് ഞാൻ ആത്മഹത്യ ചെയ്യും. ഇങ്ങനെ വെറുതെ പറഞ്ഞ പോരാ, 10 പേരെ അറിയണമല്ലോ. എനിക്ക് പണി തന്നവർക്കൊക്കെ ഞാൻ കൊടുക്കും പണി. ഞാനേ ലൈവ് പോവാൻ പോവാ. ഹായ് ഗൈസ്, ഞാൻ ടിജോ മണിമല. നോക്കിക്കോ, ഞാൻ ഇന്ന് ആത്മഹത്യ ചെയ്യും. മരിക്കാൻ പോവാ. അമ്പടാ കമന്റ് ഉണ്ട്. ചാവട കൊള്ളാം, പക്ഷെ ചെലവ് ചെയ്യണം. ഏതവനാണത് ഇവിടെ ചെലവ് താങ്ങാൻ പാടില്ലാട്ടാ മനുഷ്യ ചാവണത്. ഒന്ന് ചേട്ടാ ചാവരുത്. ചക്കരെ സുനിതാകുമാരി ഹായ്. എവിടെ വീടവിടാ? അയ്യോ, മൈൻഡ് മാറ്റല്ലേ. ഇവിടെ ചുമ്മാ ഇങ്ങോട്ട് നടക്കുമ്പോ ഒരു പൂച്ചക്കുഞ്ഞ് പോലെ നമ്മളെ മൈൻഡിയുള്ള ചാവാൻ നേരത്തെ ദേ കയറി വന്നേക്കണം. നിങ്ങൾക്ക് ഷുഗർ ഉണ്ടോ? ഞങ്ങളെ വിളിക്കൂ. പോടാ പ്രാന്താവട്ടെ. ചാവാൻ നിൽക്കുമ്പോഴാണ് ഷുഗർ. എല്ലാത്തിനും ഇന്ന് പണിയാ. നോക്കിക്കോ, ചിരിച്ചോ. എന്റെ അളിയ, എന്റെ കൂട്ടുകാരാ, ഒന്ന് വാളിയാ. നീ എന്തിനാ ആത്മഹത്യ ചെയ്യുന്ന ലൈവ്? പറയടാ, നീ എന്തിനാ ആത്മഹത്യ എന്ന് പറയടാ. നിനക്ക് എന്നടാ നിനക്ക്? എടാ, തൂങ്ങിച്ചാവാൻ പോയവനെ നീ കുലുക്കി കൊല്ലുവാടാ. നീ ആത്മഹത്യ എന്തിനാ ലൈവിലൊന്ന് പറഞ്ഞത്? ആത്മഹത്യ ലൈവിൽ പറഞ്ഞത്? ചത്ത് കഴിഞ്ഞ പിന്നെ ലൈവിൽ വരാൻ പറ്റുമോ? ഇവരെവിടെ കിടന്ന ഭ്രാന്തളാണ്. നീ ഇപ്പൊ ആത്മഹത്യ എന്ന് പറഞ്ഞ കാര്യം പറ. അളിയാ, എനിക്കിനി ജീവിക്കട്ടെ അളിയാ, എനിക്കിനി ജീവിക്കട്ടെ. നാട്ടുകാരുടെ മുമ്പിൽ ഞാൻ നാണം കെട്ടു, വീട്ടുകാരുടെ മുമ്പിൽ, എന്റെ ഫേസ്ബുക്ക് ഫ്രണ്ട്സിന്റെ മുമ്പിൽ ഞാൻ നാണം കെട്ടു. ഞാനിനി എങ്ങനെ ജീവിക്കും? എന്നെ എല്ലാവരും പറ്റിക്കോളിയാ, എന്നെ എല്ലാവരും പറ്റിക്കും. നീ കരഞ്ഞോടിക്കാതെ കാര്യം പറയടാ. അളിയാ, എന്റെ ഒരു ആവശ്യത്തിന് ഞാനൊരു ലോൺ ആപ്പ് ചെയ്തൊരു ലോൺ എടുത്തതാ. അവര് പറഞ്ഞ പൈസയും കൊടുത്തു, പലിശയും കൊടുത്തു. എന്നിട്ട് അവർക്ക് ഇനിയും പൈസ വേണമെന്ന്. ഞാൻ പറഞ്ഞ എന്റെ പട്ടിയായിരുന്നു. വൈകുന്നേരമായി കഴിഞ്ഞപ്പോ എന്റെ നഗ്നചിത്രം വന്നേ, എന്റെ നഗ്നചിത്രം അവര് മോർഫ് ചെയ്ത് അയച്ചേക്ക. നോക്കളിയാ. നോക്ക്, സഹിക്കുവോ? കുട്ടിക്കാലത്തോട് നമ്മൾ കളിച്ചു വളർന്നല്ലടാ. ഇത് നീ അല്ല, അതിനെക്കാട്ടിയും കൊള്ള ഇത്. അതാ ഞാൻ ഉദ്ദേശിച്ചത്. അളിയാ, ഈ ലോൺ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരാപ്പും എനിക്ക് ലോൺ തരില്ല അളിയാ. അതെന്താ? എന്റെ സിബിൽ സ്കോർ താഴ്ന്നു കിടക്കും. അത്ര താന്നിട്ടൊന്നുമില്ല, അത്രയുണ്ട് കാര്യം. 735 കിടപ്പുണ്ട് സിബിൽ സ്കോർ. നമുക്കത് കിട്ടും, ലോണൊക്കെ കിട്ടും. പക്ഷെ ഇന്ന് ഞാൻ എന്തായാലും ആത്മഹത്യ ചെയ്യും. എന്തിന്? ഉറപ്പാ. എന്റെ പൊന്നളിയാ, ഞാൻ ചോദിച്ചോട്ടെ, നീ എന്തിനീ ആവശ്യമില്ല സമയത്ത് ലോൺ എടുക്കാൻ പോയി? എന്റെ ഒരു കാമുകിക്ക് ഒരാവശ്യം വന്ന് പറഞ്ഞ ഇപ്പൊ ഞാൻ എടുത്തു കൊടുത്ത ആളിയാ. എന്നാ നീ അവളെ വിളിച്ചിട്ട് അത് കൊണ്ട് അടയ്ക്കാൻ പറഞ്ഞാ പോരെ? അവളിനെ എവിടെ നിന്ന് കിട്ടാൻ? അവക്ക് വേറൊരുത്തിന്റെ കൂടെ പോയി സെറ്റാവാൻ വേണ്ടിട്ട് എന്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചുകൊണ്ട് അവൾ എന്നെ തേച്ചളിയാ. എന്നെ തേച്ച് എനിക്ക് മരിക്കണം. എടാ, നീ ഇങ്ങനെ ചുമ്മാ കിടന്ന് കരയില്ലേ? ഈ മരണം എന്ന് പറഞ്ഞാൽ ഒന്നിനൊരു പരിഹാരമില്ല. ആണ്. നമ്മൾ ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പഠിക്കും. ഫൈറ്റ് ചെയ്ത് നിൽക്കില്ല, എനിക്ക് ഇതിനൊരു സോഴ്സ് വേണം. ശരി, നിനക്കൊരു സൊല്യൂഷൻ വേണം, അത്രയല്ലേ ഉള്ളൂ. എന്റെ ഒരു കൂട്ടുകാരുണ്ട്, അവനാകുമ്പോ അത്യാവശ്യം രാഷ്ട്രീയത്തിൽ പിടിപാടുണ്ട്. അവൻ വന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി തരും. ഞാൻ അവനെ വിളിച്ച് പറയാം. എന്നാലും നീ ആത്മഹത്യ ഇന്ന് ഞാൻ. ഹലോ അളിയാ. എടാ, എവിടെടാ? ഞാൻ ഡൽഹി പോവാൻ നിൽക്കാണ്. എടാ, പൊക്കളയിലെ അളിയാ, ഈ ടിജോയുടെ വീട് വരുമോ? നീ ടിജോയുടെ വീട് വരെ വരുമോ? എനിക്ക് സമയമില്ല, എനിക്ക് ഡൽഹി പോകണം, പെട്ടെന്ന് പോകണം. അവിടെ വണ്ടി കൂലി പോകണം. എടാ അളിയാ, ഡൽഹിയിൽ പിന്നെ പോ. അളിയ, ഇവിടെ ചെറിയ വിഷയം, നീ ഒന്ന് വന്നിട്ട് പോ. ഞാൻ വരാം, പെട്ടെന്ന് വരാം. പക്ഷെ പെട്ടെന്ന് തിരിച്ചു പോവേ. ഞാൻ വരണം. ഡൽഹി പോയ നിന്നവനാ. നമ്മളെ കാര്യം പറഞ്ഞു വരാന്ന് പറഞ്ഞിട്ടുണ്ട്. വന്ന് അവർ സൊല്യൂഷൻ കണ്ടുപിടിച്ച് തരും. ശരിയാവോളിയാ? വരുവോളിയാ? അതെ, വരുന്നു. അതൊക്കെ നേരത്തെ ചോദിക്കണ്ടേ? ഞാനൊരു പാവം ദേവരാജ പ്രതാപവർമ്മ, ഇവരുടെയൊക്കെ ദേവജി അങ്ങ് തെക്കൻ തിരുവിതാംകൂറുമായി മോശമല്ലാത്തൊരു ബന്ധമുണ്ട്. തായ് വഴി. അമ്മ വടക്ക, അച്ഛൻ തെക്കും. അങ്ങനെ തെക്കും വടക്കും ചേർന്നപ്പോ ഞാൻ അല്പം വടക്കാപ്പോയി. വക്കീലൊന്നും മനസ്സിലാവുന്നില്ലല്ലേ? ഗുരുഭക്തിയുടെ കെട്ടുപാടിൽ നീതിയുടെ സത്യവാചകങ്ങൾ നിങ്ങൾ മറന്നപ്പോൾ, അല്ലെങ്കിൽ വളച്ചൊടിച്ചപ്പോൾ നഷ്ടപ്പെട്ടത് എനിക്ക് ലഭിക്കേണ്ട നീതിയാണ്. വധശിക്ഷ അർഹിക്കുന്ന അരുൺകുമാർ എന്ന പക്ക ക്രിമിനലിനെ ഈ കോടതി നിന്ന് പുല്ലുപോലെ ഇറക്കിക്കൊണ്ടുപോയെന്ന് കേട്ടപ്പോ എന്റെ ഈ നെഞ്ചാ പിടഞ്ഞത്. പിന്നെ ഞാൻ മുന്നും പിന്നും നോക്കിയില്ല. എന്റെ മനസാക്ഷിയുടെ കോടതിയിൽ ഞാൻ അവന് വിധി എഴുതി. യെസ്, ഐ
ഐ കിൽ ഹിം. SP ആന്റണി പുന്നക്കാടൻ ഈ കോടതിയിൽ പറഞ്ഞ സത്യമാണ്, മുഴുവൻ സത്യമാണ്. ഞാൻ ആ കൊന്നത് ഈ കൈകൾ കൊണ്ട്. അരുണിനെ വിസ്തരിച്ച അതേ കോടതി തന്നെ എന്നെ കുറ്റമുക്തനാക്കി. എന്റെ കൂട്ടുകാരൻ. എടാ നിന്റെ കൂട്ടുകാരനെന്ന് പറഞ്ഞു. ഇവ കഞ്ചാവാന്ന് എന്നോട് പറഞ്ഞടാ. തലയ്ക്ക് വെളിവില്ലടാ, തലയ്ക്ക് വെളിവില്ല. എടാ, നീ എന്തിനാ ഇതൊക്കെ ഇവിടെ ഒന്ന് പറയാൻ പോകുന്നത്? ചുമ്മാ വെള്ളയിൽ ഇട്ട് വന്നേല്ലേ, എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണ്ട, അതുകൊണ്ട് എല്ലാം പറഞ്ഞ് ഇതൊക്കെയാണ് അവര് പറയുന്നത്. എടാ, ഭയങ്കര വിഷയം. എന്താ ആപ്പ് കൈസേ ഹോ? കൈസേക്കോ? നീ ഒരു ഹിന്ദി ഇങ്ങോട്ടു, ഞാനൊരു ഹിന്ദി തിരിച്ചിട്ടു. അതല്ലല്ലോ, പിന്നെ മറ്റേ മൊബൈൽ ആപ്പില്ലേ, അതിൽ നിന്ന് പൈസ എടുത്ത് പെട്ട് നിൽക്കുകയാണ്. അതിനാണ് ഞാൻ വിളിച്ച ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചാ. പണി കിട്ടിയാ? എന്തിനാ നിങ്ങളെ പോലെയുള്ള ആൾക്കാരൊക്കെ എന്തിനാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്യണത്? പണി കിട്ടിയല്ലേ? പണി കിട്ടി. ഫോട്ടോ കിട്ടുന്ന ഫോട്ടോ ഇട്ട് തന്നോ? ദേളിയാ നോക്കളിയാ ഇത് നോക്ക്, സഹിക്കോ? നല്ല എമൗണ്ട് എടുത്തല്ലേ? എങ്ങനെ മനസ്സിലായി? പടം കണ്ടോ മനസ്സിലായി? അതെ, ഇതിൽ തീരുമാനം ഉണ്ടാക്കി. ഇവന്മാരെ എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തോ ഹിന്ദിയിൽ? എടാ, ഇത് വലിയ വിഷയമൊന്നുള്ള കാര്യമില്ല. എന്നെ ഇതുപോലെ ഒരു പണിയാൻ നോക്കിയതാ. അത് ഭയങ്കര സംഭവമൊന്നുമില്ല. എന്റെ ഫോട്ടോ ഇതുപോലെ മോർഫ് ചെയ്ത് എനിക്ക് അയച്ചെന്ന്. കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. ഞാൻ ഒറിജിനൽ അങ്ങോട്ട് അയച്ചു കൊടുത്തു. അവര് ഞാൻ അയച്ച ഫോട്ടോ തിരിച്ചയച്ചു തന്നു. എന്നിട്ട് അവരെന്തൊരു ക്യാപ്ഷൻ ഇട്ടേക്കുന്നു, ഈ ഫോട്ടോയിൽ 5 വ്യത്യാസങ്ങളുണ്ട്, കണ്ടുപിടിച്ച് തരാൻ. പരിഹാരം വേണോ? പരിഹാരമുണ്ട്. അവനെ വിളിച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ചു വിളിച്ച് പറ. അത് എനിക്കറിയില്ലെന്ന്. എനിക്കറിയാലോ ഹിന്ദി. വിളിയവരാ തും കൈസകോ ഫോൺ ഞാൻ പഠിത്തോ ബച്ചോ കിലിയ എന്ന് വെച്ചാ ഡോ കഴിക്കാൻ പോരെ. വിളിച്ചോ സംസാരിക്കുന്നുള്ളൂ. ഹലോ हेलो तो किधर है? പേടിക്കൊന്നുമില്ല. അന്നാ ബോംബെയിലുള്ള ആൾക്കാരല്ല, പിന്നെ കടക്കൽ ചിതറയിലുള്ളതാ. അതാണ്ട് ചിതറയെന്ന് പറഞ്ഞു. എടാ, തും കിതറ നീ എവിടെയാണെന്നാണ് അവന്റെ ഫോണിൽ അവൻ എവിടെയെന്ന് ചോദിച്ചാൽ ഭീഷണിപ്പെടുത്തേനെന്ന് എനിക്ക് മനസ്സിലായത്. അത് നിങ്ങളൊന്ന് പരീക്ഷിച്ചല്ലേ, എനിക്കത് മനസ്സിലായത്. നിങ്ങൾ മിണ്ടായിരിക്കും അവിടെ ചുമ്മാ കടന്ന് തലയ്ക്കാതെ. बोलो പോലെ തരാരാരാ, പോലെ തരാരാരാ, ജിഞ്ചി ബക്കിലാൽ തരിതി, പോലെ തരാരാരാ, ഓ, ഓ. മിണ്ടായിരിക്കണ്ട. കൊല്ലത്താരാരാ आपको दोस्त का मध्य प्रदेश पूरा लोग देखा है. പൊളിഞ്ഞ്. ഏ? ആപ്കോ ദോസ്ത് നമ്മളെ കൂട്ടുകാരന്റെ മധ്യപ്രദേശം ലോകം മുഴുവൻ കണ്ടു. എന്നെ കൊല്ലേ, എന്നെ കൊല്ലോ, നീ സമാധാനപ്പെടണം. എടാ, പരിഹാരം ഉണ്ടാക്കാം. അങ്ങനെ കേട്ടിട്ട് ആദ്യം മിണ്ടാതിരിക്ക്. ബാക്കി കേള്, ബാക്കി ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ചു. सुनो അതാണ് ഇപ്പം വിഷയം. ഇവിടത്തെ മെയിൻ. ബാക്കി പറ. आप मल्लू है? ഒളിഞ്ഞടാ, ഒളിഞ്ഞു. എന്താ? നിന്റെ മോർഫ് ചെയ്ത ഫോട്ടോ അല്ലേ, അത് മല്ലു സൈറ്റ് വന്നു കഴിഞ്ഞു. അയ്യോ, എന്റെ ദൈവമോ, അയ്യോ. ചാവടാ. ഓ, ആവശ്യമില്ലാത്ത എന്തിനാ നീ വരുത്തി വെച്ചത്? എടാ, നീ സമാധാനപ്പെടുത്താൻ. എന്റെ പൊന്നടി, നമ്മൾ ഈ സമയത്ത് അങ്ങനെ പറയാൻ പാടില്ല. നമ്മളൊരു ആവശ്യം വരുമ്പോൾ അവന്റെ കൂടെ നിൽക്കണം. നമ്മളിത് എങ്ങനെയെങ്കിലും അവനെ അനുനയിപ്പിച്ച് ആത്മഹത്യ പിന്തിരിപ്പിക്കണം. ഇല്ല, നമുക്ക് വല്ലതും ചെയ്താൽ നമുക്കല്ലേ എന്റെ ദോഷം. ഞാൻ അതല്ലേ പറഞ്ഞത്, ചുമ്മാ ആവശ്യമില്ലാത്ത കേസുകളിൽ നീ എന്തെങ്കിലും നീ ഐഡിയ പറ. ആരെയും വിചാരിച്ച് നടക്കും. എന്തെങ്കിലും ഒരു ഐഡിയ പറ. ഐഡിയ ഉണ്ട്. ആ, ചെറിയ സാധനം കിട്ടും. ആനൊന്നും മദ്യം. മദ്യം. രാത്രി ഇത് മദ്യം തന്നെയാടേ. ഓ, വിഷം വല്ലതും കലക്കി വെച്ചിട്ടുണ്ടോ? ഇല്ല, ഒഴിക്കാം, അപ്പൊ സാധനമുണ്ട്. ഒഴിക്കണോ? ഒഴിക്കണോ? ഒഴിക്കാം. അനുനയിപ്പിച്ചെടുക്കണം. ആ. ഒരു പെഗ് കൊടുത്ത് എങ്ങനെയെങ്കിലും ഒന്ന് ഒതുക്കി നിർത്തണം. ആ, മനസ്സിലായില്ലേ? നിർത്തണം. ഞാനത് കാര്യങ്ങൾ പറഞ്ഞു. സഹോദര, എന്തോ? എല്ലാവർക്കും വിഷയങ്ങളും കാര്യങ്ങളൊക്കെ വരും. മനസ്സിലായില്ലേ? ഇന്ന് നിങ്ങൾക്കാണെങ്കിൽ നാളെ എനിക്ക്, മറ്റന്നാൾ നിനക്ക് തന്നെ, എനിക്കാ? പിന്നെ എല്ലാം കൂടെ എനിക്കാ. ആവശ്യമില്ലാത്ത എന്നാലും എന്റെ അളിയാ, ഞാൻ എന്നെ ഇതിനകത്ത് എങ്ങനെയായിരുന്നു ഒരു തരാം. സമാധാനപ്പെടും. ഒരു പെഗ് എടുത്തും ഒഴിച്ചു കൊടുത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ ടെൻഷൻ വേണ്ട. ആത്മഹത്യ ഒന്നിനും പരിഹാരമില്ല. നമ്മൾ വിചാരിച്ച നമുക്ക് പ്രശ്നങ്ങൾക്ക് തീർക്കാൻ പറ്റുള്ളൂ. ആണോ? ഒരെണ്ണം അടിച്ചു കഴിഞ്ഞാൽ അതിന്റെ വിഷയം അങ്ങ് മാറി കിട്ടും. മനസ്സിലായില്ലേ? പാവം ചെറുക്കനാണ്. ഒന്നും അതിനെപ്പറ്റി വലിയ ധാരണയില്ല. അപ്പം ഏറെക്കുറെ മാറിയിട്ടില്ലല്ലോ. ഒരു മനസ്സിനൊരു ടെൻഷൻ, ഒരു ടെൻഡൻസി അങ്ങ് മാറിയില്ലേ? ദേശം അത് മതി. നീ വന്നപ്പോഴേ സമാധാനമായത്. സത്യം പറഞ്ഞ നീ വന്നു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് എനിക്കറിയാം. അതൊക്കെ പോയിട്ട് രാഷ്ട്രീയത്തിൽ എങ്ങനെ ഇപ്പൊ? രാഷ്ട്രീയത്തിൽ അടിപൊളിയാ, കുഴപ്പമൊന്നുമില്ല. ഉള്ളതൊക്കെ കൈയിട്ട് വാരി അങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്നു. ഞാനൊരു സൊല്യൂഷൻ അങ്ങോട്ട് ചോദിച്ചു. ഇവൻ എന്തായാലും ചെറിയ പ്രശ്നം ഉണ്ടല്ലോ. നീ കൈയിട്ട് വരി, നീ എന്തെങ്കിലും ഇവനൊന്ന് കൊടുത്തു കഴിഞ്ഞെങ്കിൽ അവൻ അതുകൊണ്ട് അങ്ങ് രക്ഷപ്പെട്ടു പോയത്. ഞാൻ 5 വർഷമായിട്ട് ഞാൻ കൈയിട്ട് വാരിയിട്ട് എനിക്ക് കിട്ടണില്ല. പിന്നെ ഞാൻ എങ്ങനെയാണ് തരണത്? ഒരു കാര്യം ചെയ്യാം. പഞ്ചായത്തിൽ നിന്ന് ഏതെങ്കിലും പാവപ്പെട്ടവർക്ക് ഒരു വീട് കാണും. ആ വീട് ഞാൻ അളിയനെ എഴുതി തരാം.
അയ്യോ അപ്പൊ അവരാ അവര് കടത്തന്നെ കിടന്നോളൂ. നോ പ്രോബ്ലം. അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ലല്ലോ. ആണോ? ഇന്ന് അവര് കടത്തന്നെ കിടക്കും, ആ. നാളെ അളിയൻ കടത്തന്നെ കിടക്കും, മറ്റന്നാളും അളിയൻ തന്നെ കിടക്കും. ഞാൻ തന്നെ കിടക്കണം. പിന്നെ ഞാൻ കിടക്കണം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് ഒരെണ്ണം ഒഴി, ഒഴി വെച്ച് പെട്ടെന്ന് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇത് പതിയെ അടിച്ചാ. ആർക്കും പറ്റുന്ന ഒരു സംഭവമാണ്. പതിയെ എനിക്കും അടിച്ചാ. പറ്റി ഇടയ്ക്ക്. പതിയെ അടിച്ചാൽ മിണ്ടല്ലേ. ഹലോ ഹലോ, മോളെ. എവിടെ എത്തി? മോളെ ഞാനിപ്പോ പിന്നെ മെട്രോ സ്റ്റേഷനിലോട്ട് കേറുന്നു മോളെ. മെട്രോ സ്റ്റേഷനിലോ? അതെ 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 അതെ. ഓ ശരി ശരി മോളെ, ശരി ശരി. ഓക്കെ. വുഡി എന്നെ നുണ പറഞ്ഞേ. നുണ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവക്ക് ഇഷ്ടമല്ല, ഇങ്ങനെയുള്ള കൂട്ടുകെട്ടും കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല. ഞാൻ പെട്ടെന്ന് വീട്ടിൽ പോകും. അതുകൊണ്ട് എന്താ അവന്റെ കാമുകി വിളിച്ച് എന്റെ കാമുകി തേച്ച് എനിക്ക് ആത്മഹത്യ ചെയ്യണോ? എടാ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒരു കണക്കിന് നീ ഭാഗ്യവാനല്ലേ? എങ്ങനെ? നിനക്ക് ചെലവില്ലല്ലോ. ഇല്ല. എവന് ചെലവുണ്ട്. എടാ നിന്റെ കാമുകി അവളെ വീട്ടുകാരുമായിട്ട് റോഡിൽ പോകണമെങ്കിൽ തട്ടിടന്നില്ല ആഹാരം കഴിക്കുള്ളൂ. അതെ. പക്ഷെ നിന്റെ വരുമ്പോഴാ 5 സ്റ്റാർ ഇന്നല്ലേ അവള് കഴിക്കും. അവളെ വീട്ടുകാർ കമ്പ്യൂട്ടറായി വെച്ചു കൊടുത്താൽ അവൾക്ക് അത് മതി. നിന്റെ വരുമ്പോഴാ 250 രൂപ കുറയാത്ത ഡയറി മിൽക്ക് അവൾ വാങ്ങിക്കാൻ പോയിട്ടുണ്ടാ. അത് correct. അപ്പൊ നിനക്ക് ചെലവ് കുറവില്ലേ? അത് ലാഭമൊന്നും കാര്യത്തിൽ സമാധാനിക്കുന്നത് ഒന്നും അടി. ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാതെ. അടിക്കാനായിട്ട് അയ്യോ, 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 മതി, മതി. അതൊന്നും വിഷയമുള്ള കേസല്ല, നീ വിഷമിക്കണ്ട. ഫോൺ 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 മോളെ എവിടെ എത്തി? ഞാനിപ്പോ മെട്രോയിലാണ്. മെട്രോയിലോ? ഓ ടിങ് ടിങ്. പത്തടിപ്പാലം. ഓ ശരി ശരി. പത്തടിപ്പാലെത്തി, പത്തടിപ്പാലം. ശരി, ശരി. വിളിക്കാം മോളെ, വിളിക്കാം വിളിക്കാം. ഇടയ്ക്ക് വീട്ടുകാരൊക്കെ അളിയനെ തിരക്കാറുണ്ട്. ചോദിക്കാൻ മറന്നു. നിന്റെ ചേട്ടാ ഇപ്പൊ എന്തൊരു പരിപാടി? ചേട്ടൻ അറിയാലോ, പഴയ മോഷണവും കാര്യങ്ങളൊക്കെ ആയിട്ട് അറിയാം. ഇപ്പൊ അകത്താണ് ഒരു വണ്ടി മോട്ടിച്ചത്. അതൊരു വണ്ടി മോട്ടിച്ചെന്ന് പറഞ്ഞാൽ ഉത്സവത്തിന്റെ കെട്ടുകാഴ്ച വണ്ടിയില്ലേ, ആ. അത് മോട്ടിച്ചോണ്ട് പോയി. പോലീസ് പിടിച്ചു 10 മിനിറ്റിനകത്ത്. അങ്ങനെ പോലീസ് അന്വേഷിച്ച് വന്നപ്പം റബ്ബർ വളയിൽ നിന്ന് കത്താണ് വീരഭദ്ര എന്ന് പറഞ്ഞു. അതിനാ മറ്റേ വലിയ ഫ്ലോട്ടിന്റെ വണ്ടിയിൽ അടിച്ചോണ്ട് പോയത്. അത് ഓഫ് ചെയ്യാൻ മറന്നു മറ്റേ സാധനം. വണ്ടി മാത്രമേ അടിച്ചോണ്ട് പോയുള്ളൂ. എവള് പിന്നും പിന്നും കിടന്ന് വിളിച്ചോണ്ടിരിക്കണം അതിന്. ഹലോ ഹലോ, ടിൻ ടിൻ. എവിടെ എത്തി? പുളിഞ്ചോട്. ഓ ശരി ശരി ശരി. പുളിഞ്ചോട് എത്തി മോളെ, പുളിഞ്ചോട്. ആ ശരി ശരി ശരി. അപ്പൊ ഞാൻ പറഞ്ഞില്ല, വേറെ ഒന്നും കൊണ്ട് പറയല്ല. ഈ ആത്മഹത്യ ഒന്നിനൊരു പരിഹാരം അല്ലളിയാ. അല്ലയോ, ആ ഞാൻ ആ ആത്മഹത്യ ചെയ്യുന്നില്ല. എടുക്ക. ഞാൻ പറഞ്ഞില്ലേ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ട. ഇന്ന് എനിക്കാണെങ്കിൽ നാളെ നിനക്ക്, മറ്റന്നാൾ നിനക്ക് തന്നെ. എനിക്ക് തന്നെ പിന്നെ എല്ലാം കൂടെ എനിക്കാ. അത് കൊള്ളാം. എന്നെ തേച്ചിട്ട് പോയൊരു പെണ്ണിന് വേണ്ടി ഞാൻ ആത്മഹത്യ ചെയ്യാനാ? ആ എന്റെ അച്ഛനമ്മയ്ക്ക് പിന്നെ വേറെ ആരുണ്ട്? അത് നല്ല ചിന്ത. ആ, ഞാൻ ആത്മഹത്യ ചെയ്യല്ല ചെയ്യല്ല. ഒരു കുഴപ്പമില്ല മക്കളെ. ആ വീണ്ടും വിളിക്കുന്നു. ഹലോ, എവിടെ എത്തി? മോളെ ഞാൻ മെട്രോന്ന് ഇറങ്ങി വീട്ടിലോട്ട് നടക്കുന്നു. ആണോ? ഓ, ഓ, ഓ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ആ? ഈ പാതി രാത്രി 2:30 മണിക്ക് എവിടെയാണോ മെട്രോ? നമ്മുടെ പ്രേമം തുടങ്ങിയപ്പോഴേ ഞാൻ നിങ്ങളോട് പറഞ്ഞത് നമ്മൾ തമ്മിൽ കള്ളം പറയാൻ പാടില്ലെന്ന്. അതുകൊണ്ട് ഇന്ന് തന്നെ ഞാൻ ബ്രേക്കപ്പ് ആവുക. ബ്രേക്കപ്പ്. എന്നടിയാ എന്റെ കാമുകയല്ലേ ആ. ബ്രേക്കപ്പായി. ബ്രേക്കപ്പായോ? ഓ. അത് കുഴപ്പമില്ലേ, അത് എല്ലാവർക്കും ഉള്ളോ. ഇന്ന് അളിയന്റെ പ്രേമം പൊളിഞ്ഞ നാളെ എന്റെ വിളിയും, നാളെ അളിയന്റെ വിളിയും, എന്റെ പിന്നെ എന്റെ വിളിയണോ? പോടാ.